കാടിറങ്ങി വരുന്ന വന്യതയെപ്പറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നാട്ടിലേക്ക് ഇറങ്ങുന്ന നരഭോജികൾ സാധാരണക്കാരൻ്റെ ജീവന് ഭീഷണിയായിട്ടും വന്യജീവി ആക്രമണം തടയാൻ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ വനം വകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം ആ മേഖലയിൽ നിന്ന് സജീവമായി നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഉയർന്നു കേൾക്കുന്നതുമാണ്. കടുവയും പുലിയും കാട്ടാനയുമെല്ലാം ജനവാസ മേഖലയിൽ സൂര്യവിഹാരം നടത്തുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം അത് വയനാട്ടിൽ നിന്നാണ്. മേപ്പാടിയിൽ ഇന്ന് പുലർച്ചെ വീടിന്റെ തൊട്ടടുത്ത് പുലിയിറങ്ങി. ബത്തേരി നൂൽപ്പുഴ നെന്മേനിക്കുന്നിൽ പശുവിനെ ആക്രമിച്ചത് കടുവയാണെന്നും സ്ഥിരീകരിച്ചു. പുൽപ്പള്ളിയുടെ വിവിധ മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ഭീതി തുടരുകയാണ് വയനാട്ടിൽ. ആനയായും പുലിയായും കടുവയായും മനുഷ്യന്റെ സ്വൈരജീവിതത്തെ വന്യമൃഗങ്ങൾ ബാധിക്കുന്നു. ആദ്യം പുലിയെക്കുറിച്ച്. മേപ്പാടി മാൻകുന്ന് ചേരുംകാട്ടിൽ ശിവന്റെ വീട്ടിലാണ് പുലർച്ചെ 2:45 പുലി എത്തിയത്. വീട്ടിലെ വളർത്തുപട്ടിയെ പുലി ആക്രമിക്കാൻ ശ്രമിച്ചു. കൂട് വലിച്ചിഴച്ചു. വീടിനു ചുറ്റും പുലി നടക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ കൂട് ഇവിടെ തന്നെ വെച്ചിട്ടുള്ളത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കൂട് അവിടെ കാണുന്നില്ല. കൂട് ഈ ഭാഗത്താണ് കിടക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്യാമറ പരിശോധിച്ചപ്പോൾ 2:45 ആ സമയമായപ്പോൾ പുലിയാണെന്ന് മനസ്സിലായത്. പിന്നെ തുടർന്നുള്ള ഓരോ ക്യാമറയും 4 ക്യാമറ ഉണ്ട്. 4 ക്യാമറയും ചെക്ക് ചെയ്തപ്പോൾ പുലി മൊത്തത്തിൽ വീട് ചുറ്റും കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഇനി കടുവ. നൂൽപ്പുഴ നെന്മേനിക്കുന്ന് കോട്ടൂർ കാർത്തിയായനിയുടെ ഗർഭിണിയായ പശുവിനെ കടുവ ആക്രമിച്ചു. വയലിൽ മേയാൻ വിട്ടപ്പോഴാണ് സംഭവം. പശുവിന്റെ ഇരുകാലുകൾക്കും സാരമായി പരുക്കേറ്റു. ആനയെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. പുൽപ്പള്ളി വേലിയമ്പത്ത് കാട്ടാനയിറങ്ങി വീടിന്റെ മതിൽ തകർത്തു. വേലിയമ്പം ലക്ഷ്മി നിലയം ബാലാമണിയുടെ വീടിനോട് ചേർന്ന മതിലാണ് പുലർച്ചെ തകർത്തത്. കോൺക്രീറ്റ് ചെയ്ത മതിലിന്റെ ഭൂരിഭാഗവും തകർന്നു. ആന വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. നെയ്ക്കുപ്പ ഭാഗത്ത് ദിവസങ്ങളായി കാട്ടാന ശല്യം കൂടിയിട്ടും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രതിരോധ നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെ മുള്ളംകൊല്ലി പുൽപ്പള്ളി പ്രദേശങ്ങളിൽ മിക്കവാറും വീടിൻ്റെ പരിസരങ്ങളിലും അതുപോലെ തന്നെ ഞങ്ങളുടെ കൃഷിയിടങ്ങളിലുമെല്ലാം ആന തുടങ്ങി ഇവിടെ കാട്ടുമൃഗങ്ങളായ പന്നി, മയില്, മാന്, സകല ജാതി മൃഗങ്ങളെ കൊണ്ടും ഇവിടുത്തെ കൃഷിക്കാരെ പൊറുതിമുട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ കപ്പയോ ചേനയോ ചേമ്പോ ഇഞ്ചിയോ കാച്ചിലോ ഒന്നും നടാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒതുങ്ങുന്നില്ല. കാട്ടുപോത്തും പന്നിയും മാനും മയിലും കുരങ്ങും വയനാടൻ ജീവിതത്തിന് പ്രതിസന്ധിയാകുന്നുണ്ട്. ശാശ്വത പരിഹാരമാണ് വേണ്ടത്. ജനങ്ങളുടെ ആശങ്കയൊഴിയണം. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണം. ഇതിനായി സർക്കാരിൻ്റെയും മറ്റു സംവിധാനങ്ങളുടെയും ഇടപെടൽ തേടുന്നുണ്ട് വയനാടൻ ജനത. മനു ദാമോദരനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വന്യജീവി ആക്രമണം പതിവായിട്ടും അധികൃതർ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ പരാതിയല്ല, ഏറെ നാളുകളായുള്ള പരാതിയാണ്. ജീവൻ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും നാട്ടുകാർ പറയുന്നു. പ്രതികരണങ്ങളിലേക്ക്. നമ്മളെ പാടിവയൽ കോട്ടനാട് പണ്ടിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആനകളൊന്നും ഇറങ്ങിയിട്ട് ഫോറസ്റ്റുകാർ ഓടിച്ചു വിടുന്നുണ്ട്. പക്ഷേ വീണ്ടും അതിങ്ങനെ വന്നിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടേ വീടുകൾക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുകളില്ല. പിന്നീട് വരാൻ സാധ്യതയുണ്ട്. തൊട്ടടുത്തടുത്ത വീടുകളാണ്. വയനാട് ജില്ലയിൽ പൊതുവെ വന്യമൃഗശല്യം കൊണ്ട് ജനം പൊറുതിമുട്ടി. കർഷകൻ ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇന്ന് ഉറക്കമുളച്ച് ആനയുടെയും പന്നിയുടെയും കടുവയുടെയും ശല്യം കൊണ്ട് ജനം ഒരു രാത്രിയിൽ പോലും ഉറങ്ങാൻ പറ്റാതെ കാത്തിരുന്ന് നേരം വെളുപ്പിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഒരു രീതിയിലുള്ള സഹായ സഹകരണങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തുനിന്നോ ജനങ്ങൾക്ക് കിട്ടുന്നില്ല. ഇത്രയും കാലം ജനങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന വന്യമൃഗങ്ങൾ ഇന്ന് അവരുടെ വീടും കോമ്പൗണ്ട് വാളും ഒക്കെ തകർത്ത് വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാവില്ല. രാവിലെ പാലുമായിട്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് അതും സാധ്യമാവുന്നില്ല. ജീവിതം ആകെ ദുസ്സഹമാണ്. ജനജീവിതം ഏറ്റവും ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ്. കാരണം 7 മണിയോടുകൂടി തന്നെ ഗ്രാമങ്ങളിലേക്ക് മുഴുവൻ കാട്ടാനകളും കൂട്ടത്തോടെ ഇറങ്ങുകയും അവ നേരം വെളുക്കുന്നത് വരെ പറമ്പിൽ തന്നെ തമ്പടിക്കുകയും വന്യമൃഗശല്യം എന്നുള്ളത് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇന്ന് നിലനിൽക്കുന്നത്.